നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ഇരിക്കെ, ഞാൻ ചോദിക്കട്ടെ. എന്താ സർ? പറയാം, നീ ഇങ്ങോട്ട് ഇരിക്കെ. എന്താ എന്താ എന്നിങ്ങനെ നോക്കുന്നേ? നീ ഇന്നേ എന്താ ഓഫീസിൽ കാണിച്ചത്? എന്താ സർ, ഞാൻ കാണിച്ചത് അവിവേകമായി പോയോ? നിങ്ങളുടെ ചർച്ച കേട്ടപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടാതെ സാർ പകച്ചു നിന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് പ്രയാസം തോന്നി. അന്നേരമാ ഉദയന്നൂരമ്മ എൻ്റെ മനസ്സിൽ നഷ്ടം നികത്താനുള്ള ഒരു മാർഗം തോന്നിപ്പിച്ചത്. പിന്നെ മുന്നിൽ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നോ അവിടെ വച്ച് എനിക്ക് സംസാരിക്കാമോ എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. മനസ്സിൽ തോന്നിയത് മുഴുവൻ ഭക്ഷണത്തിനോടൊപ്പം ഞാൻ അവിടെ തന്നെ വിളമ്പി. എന്തിനു പറയുന്നു, ഞാൻ പറഞ്ഞതെല്ലാം നന്നായിന്ന് ശ്രീദേവിയും പറഞ്ഞപ്പോഴാ എനിക്ക് സ്ഥലകാല ബോധം ഉണ്ടായത്. ഞാൻ പറഞ്ഞത് സാറിന് ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്റെ ഭാര്യ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? വെറുതെ മുഖസ്തുതി പറയുന്നല്ലേ? മുഖസ്തുതിയോ? മുഖസ്തുതിയൊന്നുമല്ല, പറഞ്ഞത് സത്യമായ കാര്യമാണ്. എനിക്ക് പഠിപ്പില്ലെങ്കിലും ഇന്ന് ഓഫീസിൽ വെച്ച് പറഞ്ഞതുപോലെയുള്ള കുറെ ആശയങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. അതൊക്കെ ബിസിനസ്സിന് പ്രയോജനപ്പെടുമെന്നാ എൻ്റെ വിശ്വാസം. പക്ഷേ അതൊക്കെ കൊണ്ട് എന്താ കാര്യം? വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഈ ആശയങ്ങളെല്ലാം കുടത്തിനകത്ത് വിളക്ക് പോലെ ആവും. വിദ്യാഭ്യാസം ഇല്ലാന്ന് പറഞ്ഞ് ഇനി പാർവതി വിഷമിക്കണ്ട. വിദ്യാഭ്യാസം എപ്പോ ഏത് പ്രായത്തിൽ വേണമെങ്കിലും ആർജിക്കാവുന്നതേ ഉള്ളൂ. പാർവതിയെ ഞാൻ പഠിപ്പിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.